കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അത്ര സന്തോഷമുള്ള ഒരു വീഡിയോ അല്ല ഇത് കേട്ടോ. അപ്പോൾ അച്ചായ നല്ല മരത്തിൻ്റെ കീഴിലൊക്കെ ഇരുന്ന് തണുപ്പുള്ളൂന്ന് നിങ്ങൾ വിചാരിക്കും. എന്നല്ല, ഞങ്ങൾ NS ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് കേട്ടോ. അകത്ത് ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് ഞങ്ങളിതേ പുറത്തേക്ക് ഇരിക്കുന്നു. അപ്പോൾ എന്തിനാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെയുണ്ട്. വന്നതിന് ശേഷം 2 വട്ടം പിന്നെ ബാത്റൂമിൽ പോയി. അമ്മയും കൊണ്ടാണ് ഞങ്ങൾ ആശുപത്രിയിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൂസ് മോഷനും ഭയങ്കര ഛർദിലുമായിരുന്നു കേട്ടോ. എന്ത് കഴിച്ചിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അമ്മയാണെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ ബേക്കറി ഫുഡോ എന്തെങ്കിലും മേടിച്ചിട്ട് വന്നാൽ പോലും അമ്മ അങ്ങനെ കഴിക്കുന്ന ഒരു വ്യക്തിയല്ല. എണ്ണയുള്ള പലഹാരങ്ങൾ പോലും അമ്മ കഴിക്കത്തില്ല കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിലുള്ള സാധാ ഫുഡ് മാത്രമേ അമ്മ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ വീട്ടിലൊരു തണ്ണിമത്തം മേടിച്ച് ജ്യൂസ് അടിച്ച് കൊടുത്തു, അതേ എനിക്ക് ഓർമ്മയുള്ളൂ. അല്ലാതെ അമ്മ എന്ത് കഴിച്ചെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു, ഒട്ടും സുഖമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ NS ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ. എൻ്റെ അമ്മയുടെയൊക്കെ ചികിത്സ പണ്ടേ NS ഹോസ്പിറ്റലിലാണ്. അങ്ങനെ ഇപ്പോൾ അമ്മയെ നമ്മൾ കാഷ്വാലിറ്റിയിൽ നിന്നും നേരെ കൊണ്ടുപോകുന്നത് നമ്മുടെ ഫിസിഷ്യനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരനെ കാണിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് അമ്മയുടെ ബ്ലഡ് കൗണ്ടൊക്കെ കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അമ്മയെ നമുക്ക് അഡ്മിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ എനിക്കാണെങ്കിൽ അഡ്മിറ്റ് ചെയ്യുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. വേറൊന്നുമല്ല, അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കാനും പറ്റത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടാനൊന്നും പറ്റത്തില്ല കേട്ടോ. അങ്ങനെ കഞ്ഞിയെല്ലാം മേടിച്ച് കൊടുത്ത് ഒരുവിധം സുഖമാക്കി അമ്മയെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്.